കഫിലുണ്ടല്ലോ ആയുധോ അത് മറ്റേ ഫൈറ്റ് ഉണ്ടല്ലോ ഷിന്നായിട്ടുള്ള ഫൈറ്റിലാണെന്ന് തോന്നുന്നു. മറ്റേ അവൻ മറ്റേ കപ്പിലെടുത്ത ഷെൽഫിന്റെ ഇടയിൽ അത് തുപ്പിയിടായിരുന്നു. ആ സാധനമൊക്കെ ആ പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാ. അതായത് പുള്ളി പ്രഡിക്റ്റബിൾ അല്ല. ആനിമേൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ഭയങ്കര ഫ്ലാറ്റ് ആണ് ക്യാരക്ടർ. Konnichiwa സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ടുഡേ ഇറ്റ്സ് സക്കാമോട്ടോ ഡേയ്സിന്റെ എപ്പിസോഡ്. അപ്പോൺ പോപ്പുലർ റിക്വസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ കത്തിക്കേറി പൊക്കോണ്ടിരിക്കുന്ന വളരെ മോശം അനിമേഷനുള്ള നല്ല സ്റ്റോറിയുള്ള എന്ന് പലരും പറയപ്പെടുന്ന സക്കാമോട്ടോ ഡേയ്സിന്റെ എപ്പിസോഡാണ് ഇന്ന്. അപ്പോ ഇന്ന് വാർത്ത വായിക്കാനിരിക്കുന്നത് ഗോകുൽ, ജുബൈർ, പിന്നെ സാഹിൽ. പറയൂ, ഇവർ രണ്ടുപേരും മാങ്ക ഫുള്ള് വായിച്ചിട്ടുണ്ട്. ഞാൻ മാങ്ക വായിച്ചില്ല, അനിമേ മാത്രമേ ഫോളോ അപ്പ് ആയിട്ടുള്ളൂ. പക്ഷേ കരക്കമ്പി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ക അടിപൊളിയും അനിമേ വളരെ മോശവും എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇവൻ ഫസ്റ്റ് എപ്പിസോഡിൽ നിർത്തി, അവൻ 4ാമത്തെ എപ്പിസോഡിൽ നിർത്തി. ഞാനിപ്പോൾ 7ാമത്തെ എപ്പിസോഡിൽ നിൽക്കുകയാണ്. പറയൂ. ഇത്രയും നേരം പറഞ്ഞപ്പോഴേ ഞാൻ 2 കൗണ്ടർ പോയിന്റ് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. അത് 2 നിനക്ക് കവാനെ അടിച്ചു പിടിച്ചു. വിശ്വ മ്യൂസിക്കിനോട് ചോദിക്കും. 2 ഞാൻ പ്രതീക്ഷിച്ചു. തീരെ അലുമെന്നല്ല പറയുന്നത്, പക്ഷെ മാങ്കയോട് നീതി പുലർത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പം ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു എന്താ, ആ വായിച്ചു പോകുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് സിമ്പിളായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി വരയ്ക്കുന്ന രീതി കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ലൈക്ക് സാധാ നമ്മൾ മാങ്കയിൽ കാണുന്ന രീതിയിൽ വരച്ചിട്ട് പുള്ളി ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് മാറ്റും. അത് വെച്ചിട്ടാണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ കറക്റ്റ് ലൈറ്റിങ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫോട്ടോ കിടിലായിട്ട് എടുക്കാൻ പറ്റുമെന്ന് പറയത്തില്ല, അതേപോലെ പുള്ളി ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര OCD കണക്കാണ് പുള്ളിക്ക്. അതായത് ഒരു പാനൽ വരയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ ഫ്രെയിം കിടിലമായിരിക്കും. അതിന്റെ ഫ്രെയിം ലെഫ്റ്റ് ഒരു മിഡിലിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് റൈറ്റ് ലെഫ്റ്റും ലെഫ്റ്റ് റൈറ്റും സിമെട്രി, ഭയങ്കര സിമെട്രി ഫോളോ ചെയ്താണ് പുള്ളിയുടെ വരപ്പ്. അത് സിമെട്രി ആണെങ്കിൽ ഡെപ്ത് പുള്ളി വരയ്ക്കുന്നത് കാണാൻ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനിയൊരു ക്യാരക്ടറുണ്ട്, ഒരു മറ്റേ നമ്മളെ ബ്രൈഡ്, ബ്ലാക്ക് കളർ ഡ്രസ്സിട്ട് വരുന്ന ഓർഡറില്ല ബ്രൈഡ്, അവളെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ, ഇവനുണ്ടായിരുന്ന കരണുണ്ടായിരുന്ന അതൊക്കെ കിട്ടിയാനായിരുന്നു, മറന്നുപോയി പേര്. അപ്പോഴവള് നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ നിൽക്കുന്ന സീനിനകത്ത് ഡെപ്ത് കൊടുക്കും ബാക്കിലോട്ട് ഇങ്ങനെ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. തക്കാമുറയുടെ ഇൻട്രോ അപ്പോഴും ബ്രൈഡ് സിസർ ആണോ ഇതിനകത്ത്? മറ്റേ ഇത് അത് തന്നെ സാധനം, ഒരു സോ പോലത്തെ സാധനം. അവസരാഗി കണ്ടില്ലേ? ഇതാണ് നീ പറഞ്ഞേ? പാനലുണ്ടോ? ആനിമേ നീ 7ാമത്തെ എപ്പിസോഡ് കണ്ടില്ലേ? പകുതി ആയതേ ഉള്ളൂ, ബാക്കി അല്ല 6ാമത്തെ എപ്പിസോഡ്. ഇത് ഈ ലെവല് കിട്ടുന്നുണ്ടോ? അതാ പറഞ്ഞേ. എന്ന് പറഞ്ഞാ ഇത് കറക്റ്റ് നടക്കുന്ന സ്പ്ലിറ്റ്, ആ കറക്റ്റ് സിമെട്രി നമുക്ക് കിട്ടും ഈ ഇതിന്റെ പുള്ളി. അതായത് മങ്കാക്ക എന്ന് പറഞ്ഞാൽ വളരെ ലേസിയാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് സംടൈം എനിക്ക് തോന്നുന്ന മറ്റേ ബ്ലാക്ക് ക്ലോവറിന്റെ പുള്ളിക്കാരൻ്റെ കണക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി പാനൽസിന്റെ ഒരു 90% ഓഫ് പാനൽസ് വളരെ വേഗമായിട്ട് വരച്ചു വിടും. എന്നിട്ട് ഇതിനിടയ്ക്ക് പുള്ളിക്കായിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നതോ അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതോ ചില ക്യാരക്ടറുകളുടെ ഇൻട്രൊഡക്ഷനും സാധനങ്ങളും മാത്രം പുള്ളി കിടിലോട്ടാൻ വരയ്ക്കും. അതാണ് ചെയ്യുന്നത്. 90% ഇതുകളും 90% പാനലുകളും വളരെ സിമ്പിളാണ്. പക്ഷെ ബാക്കി 10% പാനലുകൾ ഈസ് ഡയറക്റ്റ് കമ്പാരിസൺ ടു വിത്ത് I would say Dandadan, One Punch Man, sometime closer to Berserk. സാധനങ്ങൾ ചില സമയങ്ങളിൽ വരും, എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ.
ഇനി ചേട്ടൻ അനിമെ കണ്ടതാണ്, അതിൽ മറ്റേ ബോയിൽഡ് ആയിട്ടുള്ള ഫൈറ്റ് കണ്ടല്ലോ, ഞാൻ അതിന്റെ പാനൽ കാണിച്ചു തരാം. മറ്റേ ഓർമ്മ ഉണ്ടല്ലോ അനിമയിൽ എന്താണ്, ഇതൊന്നും നോക്കി, ഇതും അതും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ക്യാമറ ആംഗിൾ ഭയങ്കര വ്യത്യാസമുള്ള ക്യാമറ ആംഗിൾ ഒരു മിഡ് ഫൈറ്റ് ഈ ലെവൽ ഒട്ടും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടുപേരും ഇത് ഇരിക്കുന്നു. കാണുമ്പോഴേ നമുക്ക് ഇങ്ങനെ തോന്നും, അതായത് ഒരു പ്രിഡേറ്ററും ഒരു പ്രേയും മറ്റേ സ്വന്തം മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ആ സിഗരറ്റ് കത്തിച്ച് പുള്ളി അവന്റെ ഐ കോണ്ടാക്ട് ലൈക്ക് സിമ്പിളാ, പക്ഷെ ആ ഒരു ഓറ നോക്ക് ലൈക്ക് മൊത്തത്തില് ആ എടുത്ത് നിൽക്കുന്ന. അതായത് ഇവൻ കാത്തിരിക്കുവാണ് ആരാ ബോയിൽഡ് മരിക്കാം അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ലെവൽ ഇങ്ങനെ ഇരിക്കുക. അതായത് മറ്റവൻ ആ ഒരു സിമ്പിൾ ഇരുത്തുവാണെങ്കിലും അടുത്ത സെക്കൻഡിൽ വേണമെങ്കിൽ സക്കാമോട്ടോ ഇവനെ കൊല്ലാം. എനിക്കിങ്ങനെ എപ്പോഴാണോ കൊല്ലാം ആ ഒരു നോട്ടം അവന്റെ മൈൻഡിൽ വരുന്നത്. ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നോക്കിയേ ബോയ്ഡ് ആയിട്ടുള്ള ഫൈറ്റ്. പക്ഷേ ഫൈറ്റ് ആക്ച്വലി അനിമയിലല്ലേ ടെക്നിക്കലി ഫീലിംഗ് അല്ലെ ഐ ഫെൽറ്റ് ആ ഫൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ മിഡ് ആയിരുന്നു. എടാ ഓക്കെ മിഡാണ്. ഐ എം കമ്പയറിംഗ് ഇറ്റ് വിത്ത് ഡീമൺ സ്ലെയർ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമേഷൻ സിംപ്ലി പറയാം, ഡീമൺ സ്ലെയർ മാങ്ക ഇസ് മിഡ്, ആനിമേഷൻ കൊണ്ട് ആ മിഡ് ആനിമയെ എലവേറ്റ് ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമയാക്കി മാറ്റി. അനിമേഷൻ മാത്രമല്ല സൗണ്ട് ഡിസൈനിങ് അടിപൊളി, സൗണ്ട് ഡിസൈനിങ് ആയിക്കോട്ടെ, എവറിത്തിങ്. നമ്മളൊരു ആനിമെ മാത്രം കാണണം മാങ്കയെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡോപ്പ്. നമ്മൾ ആ കണ്ടിട്ടുള്ളത് ഡീമൺ സ്ലെയർ മാത്രമാണ്. നമ്മൾ വേറൊരു ആനിമയും കണ്ടിട്ടില്ല, നമ്മൾ അതിൻ്റെ മാങ്ക വായിച്ചിട്ടില്ല. നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇത് ഡീമൺ സ്ലെയർ ആണ്. വി ആർ ഹൂക്ക്ഡ് ടു ഇറ്റ്. നമ്മൾ അതുപോലത്തെ സാധനത്തിന് വേണ്ടി ക്രൈവ് ചെയ്യും പിന്നെ അങ്ങനെ ഒരു ആനിമ കാണാൻ വേണ്ടി. അതാണ് ഡീമൺ സ്ലെയറുടെ സാധനം. പക്ഷെ അതൊരു മിഡായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ആ ഒരു ആനിമ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കാമോട്ടോ ഡേയ്സിന് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ കിടിലമായിട്ടുള്ള ഒരു മാങ്കയുണ്ട്, ഒരു സോഴ്സ് മെറ്റീരിയൽ ഉണ്ട്. ആ സോഴ്സ് മെറ്റീരിയലിനെ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു JJK പോലുള്ള ഒരു സാധനത്തിന് അവർ എലവേറ്റ് ചെയ്ത് അത്രയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ, അവരെ കൊണ്ട് അത്രയും പറ്റുന്ന രീതിയിൽ അവർ ചെയ്ത്. സക്കാമോട്ടോ ഡേയ്സ് പറഞ്ഞാൽ അത്രയും നല്ല സോഴ്സ് മെറ്റീരിയൽ ഇരുന്നിട്ട് അവർക്ക് ഇത്ര പറ്റുന്നോളെന്ന് ആലോചിക്കുമ്പോഴാണ്. ലേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ലേസി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓർഡറിനെ ആദ്യം കാണിക്കുന്ന ഒരു സീനിനകത്ത് ഓർഡർ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നീ കാണണം. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ആനിമയ്ക്കകത്ത് അവരത് ബ്ലാൻഡ് ആക്കി വന്നു, എന്നിട്ട് ഒരു പ്ലെയിൻ ഭിത്തി മാത്രമാക്കി. വയ്യ, ഞങ്ങൾക്ക് വയ്യ. ഇതാണ് സാധനം. ആ ഒരു സീനിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കിടിലമാണ് കാണാൻ. ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് വെറും ഒരു ഭിത്തി മാത്രമാക്കി. ബാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യ അവർക്ക്. ഞങ്ങൾക്ക് ഇത്ര പറ്റത്തോളൂ. ഇതാ സാധനം ഇതല്ലേ, ഇത് തന്നെ. നല്ല ഡീറ്റെയിലിംഗ് ഇട്ടിട്ടില്ലേ പുള്ളി, നോക്ക്. സൈഡിൽ കാണിക്കാൻ കേട്ടോ പറ്റുവാണെങ്കിൽ. നീ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഇപ്പൊ തന്നെ, എന്നിട്ട് അവൻ അയച്ചു കൊടുത്താൽ മതി. തക്കാമറ-സാൻ ഇനി വരും. തക്കാമറ-സാൻ ഉണ്ട്. അപ്പം അല്ലെ ഇതുവരെ കണ്ടിട്ടുള്ളവർക്ക് ചിലർക്ക് മറ്റേ കത്തിക്കാണും, കത്താത്തവർക്കായിട്ട് ഈ കൂട്ടത്തിലെ യഥാർത്ഥ അസാസിൻസ് എന്ന് പറയുന്നത് സക്കാമോട്ടോ റിയൽ അസാസിൻ തന്നെ ആയിരുന്നു. പിന്നുള്ളത് നമ്മൾ നേരത്തെ പറയുന്ന മറ്റേ ഗിന്താമയുടെ പാസ്റ്റ് പറയുന്ന കണക്ക് റൂറോണ കെൻഷനകത്തോ കണക്ക് തന്നെ. അപ്പോഴ അതുപോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ നക്കുമോയും ഇവനും തക്കാമറ-സാനും ഇവർ രണ്ടുപേരും പിന്നെ പ്രൊഫഷണൽ കില്ലേഴ്സ്. വേറൊന്നുമില്ല, അവർക്ക് കിട്ടുന്ന അവർക്ക് എന്താണോ അസൈൻമെന്റ് അതങ്ങ് ചെയ്യുക, നീതി പുലർത്തുന്നു. അവരുടെ അസൈൻമെന്റ് അവർ കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു ലെവലുള്ള ആൾക്കാർ അവർ രണ്ടുപേരും. ബാക്കിയുള്ളവരൊക്കെ അല്ല. അവർ ഇമോഷണൽ, തക്കാമറയ്ക്ക് സീറോ ഇമോഷൻ. തക്കാമറ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു പെയിൽ എക്സ്പ്രഷൻ മാത്രമേ. അത് വന്ന് കേറുന്ന സീനൊക്കെ ഉണ്ട്, മറ്റേ പിച്ചാത് കേട്ടിട്ട് ഇങ്ങനെ വളയ്ക്കുന്ന കാണും. അത് പതുക്കെ തുറന്നിങ്ങനെ കയറും. അങ്ങനെ മോന്ത കാണുമ്പോഴത്തേക്ക് മറ്റവന്മാരിങ്ങനെ ചില്ലാണ്. ബാക്കിയുള്ളവന്മാർ അനിമയിൽ കഴിയേണ്ട സീനാ കഴിയുന്നത്. ടക്കാമുറ പറ്റി പറഞ്ഞു പോകണല്ലോ, ലൈക് ദ ഓൾഡ് മാൻ ഷുഡ് റിട്ടയർ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു പോകും. അത് വരാത്തതായിരിക്കും. അത് അങ്ങനെ പറഞ്ഞു പോണതേ ഉള്ളൂ. ടക്കാമുറ സാധനം കാണിക്കൊന്നുമില്ല. ഇങ്ങനെയാണ് സംഭവം. തക്കാമുറ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിൽ ഇവർ പോകുമ്പം ഫ്രണ്ടിൽ ഈച്ച എന്തോട്ട് പറഞ്ഞു, പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഈ ഈച്ച കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഓർഡറിലെ മെമ്പേഴ്സിന് മനസ്സിലാവും സീനായി തേഞ്ഞ്. ഇയാള് വാളിങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന അത്ര നമ്മൾ കാണത്തോളൂ. നോക്കുമ്പോഴത്തേക്കും ആ
കാറ് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയൊക്കെ ഫുള്ള് ഇവന്മാർ എപ്പോഴാണ് കുനി ഈ പറഞ്ഞ ഈച്ച പറഞ്ഞു കാണുമ്പോൾ തന്നെ ഇവന്മാരെല്ലാം കുനി ലോകം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ആ പാനൽ നോക്ക്. അതായത് ഈച്ച വരുമ്പോ തന്നെ ഇൻസ്റ്റിങ്റ്റീവ്ലി അവർക്ക് അറിയാം തക്കാമറ അവിടെ ഇരിപ്പുണ്ട്, കിളവൻ അവിടെ ഇരിപ്പുണ്ട്, അയാൾക്ക് എഴുന്നേറ്റിക്കാനുള്ള ശേഷി പോലും ഇല്ല. ആ വാളിങ്ങനെ തല കുത്തി പിടിച്ച് അടങ്ങുന്നത്. ആ ഈച്ച പറഞ്ഞു പോകുമ്പോ തന്നെ മനസ്സിലായി പാളി. മറ്റേ അപ്പോഴേ കുനിയുക. കൺട്രാക്ട് സെന്ററിൽ പറയത്തില്ലേ മറ്റേ ഒറ്റ പഞ്ചമം പ്രാക്ടീസ് ചെയ്യുന്ന പറയത്തില്ലേ, അതേ ലെവല് സാധനം. എന്താ പറഞ്ഞാ ഇൻട്രൊഡക്ഷൻ ആയിട്ടില്ല. ഈ ഒരു എഴുത്തുകാരന്റെ തന്നെ എനിക്ക് തോന്നുന്ന ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ ഒസരാഗിയും ഈ തക്കാമുറ സാധനവും. സ്പോയിലറാ. അതിവൻ പറഞ്ഞ് പക്ഷെ നീ പറഞ്ഞ സംഭവം അവൻ പറഞ്ഞായിരുന്നു. അത് കേൾക്കുമ്പോ മനസ്സിലാവും അങ്ങനെ എത്രത്തോളം പ്രൊഫഷണൽ ആണെന്നുള്ളത്. ഇനിയിപ്പോ വായിക്കാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യണം. അതിനുള്ള ഗ്യാപ്പും കൂടെ ഇല്ല. അത് സത്യം ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വായിക്കാത്ത ആൾക്കാർക്ക് സകമോട്ടോ റേസ് ഈസ് എ ഗ്രേറ്റ് വാച്ച്. It's a mid watch. Okay watch. It's actually a really good watch. It's an okay watch. It's an okay watch. പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ പിന്നെ അതിൽ ആ എസൻസ് ഇല്ല. വായിക്കാത്ത ഒരാൾ. അല്ല ആക്ച്വലി വായിക്കാത്ത ഒരാൾക്കാണെങ്കിൽ Sakamoto is an okay watch. It's not a great watch. It's an assassin who had a past life who's fighting people. എടാ see ഇത് ആദ്യമേ സ്റ്റോറി കയറിയിട്ടില്ല. ഇതിൽ 12 എപ്പിസോഡ് പ്രൊലോഗ് കൊടുത്തിട്ട് കയറണമെങ്കിൽ അനിമേ വിൽ ഡ്രോപ്പ് ഓഫ്. പിന്നെ പൊക്കിക്കൊണ്ട് പറഞ്ഞത് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഫാസ്റ്റ് എപ്പിസോഡ് ആദ്യമാണ് ആ സംഭവം. ആ സാധനത്തിന് അതിന്റെ കെൽപ്പുള്ള സാധനം ഞങ്ങൾ ഇവിടെ തുടങ്ങുന്ന സമയത്ത് 2025 ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ആനിമെ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആനിമകൾ 3 എണ്ണമാണ്. ഒന്ന് കാഗുറാബാച്ചി, ഒന്ന് സക്കാമോട്ടോ, ഒന്ന് ഡണ്ടറാൻ. ഇതിനകത്ത് ഡണ്ടറാൻ ഈസ് ഹിറ്റ്. ഇതിനകത്ത് സക്കാമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 3 മാങ്കയും വായിച്ച അല്ലെങ്കിൽ ഈ ഒരു 3 എണ്ണത്തിന്റെ അടുത്ത അനിമെ വരാൻ പോകുമ്പോൾ കിടിലമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളാണ്. അതിൽ ഡണ്ടറാൻ ഓക്കെ ആയി. സക്കാമോട്ടോ നമ്മൾ ചോദിക്കുമ്പോഴും അവിടാണ് ആ ചോദ്യം വരുന്നത്. സക്കാമോട്ടോ ഉണ്ടോ ബിഗ് 3-ക്കകത്ത്? അതായത് ഒരു പുതിയ ബിഗ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ 3 എണ്ണം വരും. കാഗുറാബാച്ചിയും സക്കാമോട്ടോയും കിട്ടില്ല. വായിച്ചോ? ഇത് ഫസ്റ്റ് ഒരൊറ്റ ചാപ്റ്റർ ഇറക്കിയിട്ട് ഹിറ്റായ വാങ്ങിയാണ്. ഈ 3 എണ്ണം അടുത്ത ബിഗ് 3. അതായത് നമ്മൾ പറയുന്നുണ്ട് മറ്റേ വൺ പീസ്, നരൂട്ടോ, ഇപ്പൊ നമ്മൾ കുറെ ആനിമകൾ പറയുന്നില്ലേ. അതായത് ഇപ്പൊ നമ്മള് കുറെ ആനിമകൾ എടുത്തു വെച്ചിട്ട് ബ്ലാക്ക് ക്ലോവർ പറയുന്നുണ്ട്, ഡീമൺ സ്ലെയർ പറയുന്നുണ്ട്, ജേജക്ക പറയുന്നുണ്ട്. അതായത് ന്യൂ ബിഗ് 3 എന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ ആനിമകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്യുന്ന നരൂട്ടോ എന്നൊക്കെ ചോണ്ടിയെടുത്ത സാധനങ്ങളല്ലേ. പക്ഷെ ഫ്രഷ് സാധനം, പുതിയ ഐറ്റംസ് നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഐറ്റം ആണ് കാഗുറാബാച്ചി, സക്കാമോട്ടോ ഡേയ്സ്. പിന്നെ പ്രസന്റേഷനും വ്യത്യാസമുണ്ട്. മറ്റേ പഴയ രീതിയിൽ പോലെ അല്ല പോകുന്ന കഥയുടെ പേസും കാര്യങ്ങളൊക്കെ. പേസിംഗ് വ്യത്യാസമുണ്ട്. ക്യാരക്ടേഴ്സ് ഡിസൈൻസും ക്യാരക്ടേഴ്സും ഡിഫറൻസ് ഉണ്ട്. ബേസ് ഫൗണ്ടേഷൻ സ്റ്റോറി ഭയങ്കര വ്യത്യാസമാണ്. ഡാർക്ക് കോമഡീസിന്റെ യൂസേജ് ഉണ്ട്. ആർക്കുകൾ കൊണ്ടുവരുന്ന രീതി വ്യത്യാസമുണ്ട്. മറ്റേ കണക്ക് എല്ലാ ആർക്കിലും റെസിലിയൻസും ഫ്രണ്ട്ഷിപ്പും കാണിച്ചു സാധനമേ അല്ല. ഇവിടെ പരിപാടിയില്ല. കാഗുറാബാച്ചിയുടെ സ്റ്റാർട്ടിങ് തന്നെ കിടിലാണ്. ബാക്കി എല്ലാത്തിലും മറ്റേ ഹിറ്റ്മാൻ മറ്റേ റിട്ടയർ ആയി പിന്നെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരുന്നു. മാങ്കയിലും ഷോർട്സ് നോക്കുന്നവരും മറ്റേ ആ ആദ്യം കാണിക്കുന്ന മറ്റേ ആ 6 ഷോർട്സ് വെച്ചിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്ന ഷോർട്ട് ഓർമ്മയില്ലേ, ലൈക് ആ ചേഞ്ച് അവർ ആ ട്രാൻസിഷൻ അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുവരെ അവര് മാക്സിമം ഫണ്ടമെന്റലി കിടിലാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ തന്നെ പലരും പറഞ്ഞോണ്ടിരുന്നത് കളേഴ്സ് ഭയങ്കര ബ്ലാൻഡ്, കളേഴ്സ് ഭയങ്കര വാഷ്ഡ് ഔട്ട് ആണ്. പിടിക്കാൻ നോക്കിയതാണ്. ഒരു ഓൾഡ് സ്റ്റൈൽ അല്ല. KGF കാണും പോലെ. വേറൊരു കാര്യം പറയട്ടോ, ഈ പറഞ്ഞ മാങ്കയിലെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്കാമോട്ടോയുടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ, അതായത് ഇപ്പൊ സക്കാമോട്ടോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ആനിമയായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാമിലി നോക്കുന്ന, ഫാമിലിയെ പേടിയുള്ള, അതായത് കൊച്ചിനോട് ഭയങ്കരമായ സ്നേഹമുള്ള, ഭാര്യയെ പേടിയുള്ള ഒരു ആള്. പക്ഷേ ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ക്യാൻ കിൽ യു. അതായത് പുള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ഓരോ വാക്കിനും കണക്ക് വയ്ക്കണം. ആ വാക്ക് തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തല പോവും. അതാണ് സക്കാമോട്ടോ. അത് നമുക്ക് ഫീൽ ചെയ്യും മാങ്ക വായിക്കുമ്പോൾ. ആനിമയെ കാണുമ്പോൾ അതൊരു ഫണ്ണായിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇവൻ വരുന്ന, അവന്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മള് ഷിന്നു വരുന്ന,
ഷിന്ന് വന്നിട്ട് ഷിന്നിനെ കൊല്ലുന്ന കണക്ക് മറ്റേ ഇവൻ ചിന്തിക്കുന്നു, സകമോട്ട ചിന്തിക്കുന്നു, അത് കണ്ട് ഇവൻ പേടിക്കുന്നു, ഷിൻ പേടിക്കുന്നു. പക്ഷെ അതൊരു കോമഡി ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പറയുന്നത്. മറ്റേതിൽ അങ്ങനല്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇവൻ ചാവുന്നുള്ള പേടി അവനുണ്ട് ഷിന്നിന്. ആ രീതിയിലാണ് ഷിൻ നിൽക്കുന്നത്. മാങ്ങ ഇസ് വെരി അനിമ ഇസ് വെരി എന്താ പറയാ ഫൺ, മെലോ ഡ്രാമാറ്റിക്. ഒന്ന് മെലോ ഡ്രാമാറ്റിക് ആണ്, രണ്ട് കുറെ കൂടെ കോമഡി സീരീസ്. മറ്റേ അവള് ഫ്ലിപ്പിംഗ് ക്യാരക്ടർ ഉള്ള ആളാണ് സക്കാമോട്ടോ. ഫ്ലിപ്പിംഗ് ക്യാരക്ടർ പുള്ളിയെ ഇടയ്ക്ക് വെച്ചൊരു ക്യാരക്ടർ പറയും. അനിമയിൽ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് പ്രശ്നം പറഞ്ഞത്. ഒരു ക്യാരക്ടറിന്റെ അടുത്ത് ചോദിക്കും, ആ സക്കാമോട്ടോ പ്രഡിക്റ്റബിൾ അല്ല, ക്യാരക്ടർ പ്രഡിക്റ്റബിൾ അല്ല. ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സീനുണ്ട്, ഒരു റൂമില് ഒരു വെപ്പണും ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പിച്ചാത്തി മാത്രം, ഡാഗർ മാത്രമായിട്ട് സക്കാമോട്ടോയ്ക്ക് ഒരു വെപ്പണും ഇല്ല, എനിക്കൊരു ഡാഗർ മാത്രം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ സക്കാമോട്ടോക്കെതിരെ ജയിക്കാം. പക്ഷെ ഒരു നോർമൽ റൂമിൽ വെച്ചൊരു ഫൈറ്റ് കിടക്കുകയാണെങ്കിൽ സക്കാമോട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പേപ്പർ വരെ സക്കാമോട്ടോയുടെ ആയുധങ്ങളാണ്. പുള്ളി എല്ലാം യൂസ് ചെയ്യും. പുള്ളിയുടെ കയ്യിൽ പേപ്പറും കഫിലുണ്ടല്ലോ, അതൊരു പുള്ളിയുടെ ആയുധോ. അത് മറ്റേ ഫൈറ്റ് ഉണ്ടല്ലോ, ഷിന്നായിട്ടുള്ള ഫൈറ്റിലാണെന്ന് തോന്നുന്നു. മറ്റേ അവൻ മറ്റേ കപ്പിലെടുത്ത ഷെൽഫിന്റെ ഇടയിൽ അത് തുപ്പിയിടായിരുന്നു ആ സാധനമൊക്കെ. ആ പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാ. അതായത് പുള്ളി പ്രഡിക്റ്റബിൾ അല്ല. ആനിമയിൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്, ഭയങ്കര ഫ്ലാറ്റ് ആണ് ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇമോഷൻസ് ഇല്ല പുള്ളിക്ക്. ഇമോഷൻസ് ഇല്ല, അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഇത് നമുക്ക് അറിയാം എന്താ നടക്കാൻ പോകുന്നത്. അത് ഇതിനകത്ത് എനിക്ക് നല്ലതെന്ന് തോന്നിയത്, അത് ആനിമയ്ക്കകത്ത് നല്ല രീതിയിൽ അവർ ചെയ്തെന്ന് പറഞ്ഞ സാധനം തോന്നിയത്, ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ. അതായത് ആദ്യമായിട്ട് ആ പെണ്ണിനെ ഇവന്റെ ഭാര്യ ഇവൻ കാണാൻ പോകുമ്പം മറ്റേ കൈ ബ്ലഡുമായിട്ട് ചെന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ ഗിഫ്റ്റും ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്ത് നീ ഉണ്ടാക്കിയല്ലേ, എനിക്ക് വേണമെന്നുണ്ട് ഇവർ ചാടത്തില്ലേ. ആ സീൻ കുറച്ചും കൂടി ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ മാങ്ക. അത് കിട്ടുന്ന സീനല്ലായിരുന്നു, അത് സിമിലർ ടു ദാറ്റ് ഓഫ് മാങ്ക. പക്ഷെ അത്ര ദാറ്റ് ഒരു പലപ്പോഴും കല്ലുവടി തോന്നിയിട്ടുണ്ട് ഉള്ളതുകൊണ്ട്. ക്യാരക്ടറിന്റെ ബേസിക് ഇൻഫർമേഷൻ തന്നെ തെറ്റാ. പിന്നെ അവനെ കുറച്ചും എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യൂട്ടായിട്ട് കാണിക്കാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു സക്കാമോട്ടോ. ഇല്ലേ ലാസ്റ്റ് എപ്പിസോഡിലും മറ്റേ ഒസറാഗി വരുമ്പോഴത്തേക്കും ഷീ സേസ് ദിസ് ഗൈ സോ ക്യൂട്ട്. അങ്ങനെയല്ല, മാങ്കയിൽ വരച്ചേക്കുന്നതും ഇത് ആനിമയിൽ കാണിച്ചിരിക്കുന്നതും ഞാൻ പറഞ്ഞ എടാ അത് ഇല്ലേ അനിമയിൽ കാണിച്ചേക്കുന്നില്ലേ, അനിമയിൽ കാണിച്ചേക്കുന്നത് ഈസ് വെരി സോഫ്റ്റ്, അപ്രോച്ചബിൾ ആണ്. മറ്റേ ആ ഒരു ഫീലിംഗ് ആണ് അനിമയിലുള്ളത്. അനിമയിൽ ഇന്റിമിഡേറ്റിംഗ് തേങ്ങ ഒന്നുമല്ല, അനിമയിൽ ഭയങ്കര മറ്റേ പക്കുടുവാണ്. അത് ഒരു എക്സാമ്പിൾ ഇപ്പൊ അനിമ കണ്ടവർക്കറിയാം. അത് ഒരു ക്യാമറ അവന്റെ ഫ്രണ്ടിൽ മറ്റേ പിസയ്ക്കകത്ത് കൊണ്ടുപോയി ക്യാമറ അപ്പൊ ഇവൻ ആ പിസ നോക്കി സംസാരിക്കത്തില്ലേ, ആ ഒരു സീനിനകത്ത് എന്താണോ സക്കാമോട്ടോ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലേ. ഇവൻ ആ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഓറ ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞ സക്കാമോട്ടോ എപ്പോഴും കൊടുക്കുന്നത്. അത് അനിമയിൽ ഓറ ഒന്നും ഇല്ല, ഉള്ള കാര്യം പറയാലോ. അനിമയിൽ അത്ര ഓറ ഒന്നും ഇല്ല. അനിമയിൽ മറ്റേ ഈ പിടിക്കുമല്ലോ, കള്ളത്തരം പിടിക്കുമ്പോൾ ഉള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ആ സാധനം മാത്രമേ ഉള്ളൂ. അനിമയിൽ ഇറ്റ്സ് ഐ തിങ്ക് അത് വരച്ച് വെച്ചിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇറക്കിയപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, അത് ഇവർ തമ്മിലൊരു ഫൈറ്റിനകത്ത് അത് ആദ്യം സക്കാമോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അളിയൻ വന്നിട്ട് കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബിഹെഡിങ് ആ ഫുള്ള്. അങ്ങനെ പോകുന്ന സാധനമാണ് സ്റ്റാർട്ടിങ്ങിൽ മാങ്കയിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിവിടെ വന്നപ്പോൾ അതിനെ സോഫ്റ്റൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു നിഴല് മാത്രം, മറ്റേ ഒരു വാളിനകത്ത് വരുന്ന ഫീൽഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരു നിഴല് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മളെ. അപ്പോഴേ എനിക്ക് ഇത് തോന്നി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മറ്റേ കുട്ടികൾക്ക് വേണ്ടിയാക്കി മാറ്റുന്നുണ്ടോ. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സ് കുറെ കൂടെ അതിനെ മറ്റേ മെലോ ഡൗൺ ചെയ്ത് അതിനെ പിന്നെ ഷേവ് ചെയ്ത് അതിനെ സോഫ്റ്റ് പോളിഷ് ചെയ്ത് സോഫ്റ്റൻ ചെയ്താണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ഇഷ്ടപ്പെടാനുള്ള രീതിയിലാണ് നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടപ്പോ കല്ലടി തോന്നില്ലേ, അത് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ അത് കാണത്തുള്ളൂ. കല്ലടി ഇല്ല, കാരണം പോയിന്റ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതല്ല വായിച്ചോട്ടോ, ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു, അത്ര സംഭവിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മൈൻഡിൽ ഒരു കോൺസെപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് സക്കാമോട്ടോ ഡേയ്സ് ഇതാണ് എന്നുള്ളത്. അത് ഇതാടേ ലൈക്ക് ആ ഒരു ഇതിലോട്ട് മാറും.
അത് മാങ്ക ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എഫക്റ്റിൽ അനിമ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു. എടാ ഇങ്ങനെ കാണിച്ച ചില കോമഡി ഒന്നും അറിയോ? ഇതിന് ശേഷം ഡയറക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്, പുള്ളിയായിട്ടൊരു തിയേറ്ററിക്കൽ ഫൈറ്റ് ഉണ്ട്. ഹെലികോപ്റ്ററിൽ അതിനുശേഷം ആ തിയേറ്ററിലുള്ള ഫൈറ്റ്, ആ തിയേറ്റർ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കും, മറ്റേ മീം പോലെ ഇങ്ങനെ. മീമാണ് ആ സാധനമാണ്, അബ്സല്യൂട്ട് സിനിമയാണ്, അബ്സല്യൂട്ട് സിനിമയാണ്. അതൊക്കെ എങ്ങനെ അനിമ കൊണ്ടുവരുന്നത് എനിക്ക് ഐ തിങ്ക് അനിമ റഷ്യും കൂടെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കട്ട് ചെയ്ത് അനിമ റഷ് ചെയ്യുന്നു തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി സ്ലറുമായിട്ടുള്ള ഫൈറ്റ് ഇപ്പൊ വന്നെന്ന് പറയുന്നത്. എത്തിയിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഒസറാഗിയും പുള്ളിക്കാരുടെ പാർട്ട്ണറും ഉണ്ടല്ലോ, ഇവരെ തപ്പാൻ വേണ്ടിട്ട് പോണു. സാക്കുമോട്ടോ മറ്റേ ഷിന്നിനെ പിടിച്ചു വെച്ചിരുന്ന അവിടെ പോന്നു. ഷിന്ന് ഫൈറ്റ് കഴിഞ്ഞു. ഷിൻ മറ്റേ ഇൻവിസിബിൾ മാനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞു. ഇവരിപ്പോ പിക്കും ചൂസ് ചെയ്തിട്ടാണ് അനിമ ഉണ്ടാക്കണേ. വന്നിട്ട് ഷൂട്ട് ചെയ്യും. അല്ല ഇനി കഴിഞ്ഞ ഓർമ്മയില്ല, സീനൊക്കെ ഇത്തിരി ബ്രൂട്ടൽ ആയതുകൊണ്ട് അവരെ കട്ട് ചെയ്താണോ എന്ന് അറിയത്തില്ല. ഇൻട്രോഡക്ഷൻ ഒരു എപ്പിസോഡ് തീർന്നു. ഹേസ്കേഡ് 2 എപ്പിസോഡിലായിരുന്നു, 2 അല്ല 3 എപ്പിസോഡിലാണ്. 3 എപ്പിസോഡാ എപ്പിസോഡ്? ആദ്യത്തെ എപ്പിസോഡില് ഇവനെ കാണിക്കും, ഒരു റൂഫിന്റെ മുകളില് പീസ് കേഡ് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കും. നെക്സ്റ്റ് എപ്പിസോഡില് ഇവന്റെ കാശില്ലാത്തത് കൊണ്ട് ഇവൻ സാക്കുമോട്ടോനെ തപ്പിപ്പോകുന്നത് കാണും. അത് കഴിഞ്ഞിട്ട് തപ്പിപ്പോകുന്നത് എന്റെ സക്കമോട്ടോ ഇങ്ങനെയല്ല, ഞാൻ കണ്ട സക്കമോട്ടോ ഇങ്ങനെയല്ല. $1 million ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പെയിന്റ് ബോൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സാധനം. അതിലാണ് ഇവൻ സാക്കുമോട്ടോനെ കാണുന്നത്. ആദ്യം അവന്റെ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കി അത് ടീമായി. അതിനുശേഷം ഇവൻ കണ്ടുപിടിക്കുന്നു ഇവനാണ് സക്കമോട്ടോ. അങ്ങനെ സക്കമോട്ടോ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ നോക്കും. അവിടെ പോയി അടിക്കും. കല്ലുകൊണ്ട് മറ്റേ സ്കോപ്പ് അതാണ് സക്കമോട്ടോ. കൈ കിട്ടുന്ന എന്താ അവൻ ആയതോ ആ ഒരു ഇതുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-25 എപ്പിസോഡൊക്കെ ആദ്യം നിൽക്കുന്ന സാധനങ്ങളാ. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക ആ സമയത്തൊക്കെ. ഹേസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇതിനകത്ത്. ആ ഹേസ്കയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേസ്കെ കബേരത്തെ എന്ന് പറഞ്ഞാൽ 10-20 ചാപ്റ്ററിനൊക്കെ അകത്തിക്കുന്ന സാധനം. ഈ സ്ലറിന്റെ ഒക്കെ കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-60 ചാപ്റ്ററിനകത്ത് അകത്തിക്കുന്ന സാധനം. ഇപ്പൊ നടന്നതെന്ന് പറഞ്ഞു ആനിമെ വെച്ച് പറയുവാണെങ്കിൽ ഓർഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാർ കൊല്ലുന്നുണ്ട്, അസാസിൻസിനെ കൊല്ലുന്നുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുന്നു പറയുന്നുണ്ട്. അവിടുന്ന് നേരെ സ്ലറായിട്ട് ഇവർ ഓൾറെഡി കണക്ട് ചെയ്തു. അല്ലെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റോറി എങ്ങനെ കണക്ട് ചെയ്തൊന്നുമില്ല. ഇപ്പൊ എനിക്ക് പറയുന്നത് വെച്ചാൽ അതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇവര് സ്ലറിന് തപ്പിപ്പോകുന്നു. സ്ലറിന് തപ്പിപ്പോകുമ്പോ സാക്കുമോട്ടോയുടെ അടുത്ത് കുറച്ച് കഥ പറയുന്നു. ഇങ്ങനെ സ്ലറാണ് ഇവിടെ ഒരു ഇല്ലീഗൽ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്, ഇവര് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും കാര്യങ്ങൾക്കും വെച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഒസറാഗിയും പുള്ളിക്കാരുടെ പാർട്ട്ണറും പറയുന്നുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നു, മറ്റേ മഞ്ഞ മുടിയുള്ള മനുഷ്യൻ പൊക്കോള, മറ്റേ ഒസറാഗിയുടെ പാർട്ട്ണർ ഇങ്ങനെയിട്ട് കൈയിട്ട് കുത്തും. അപ്പോ അവന്റെ അച്ഛൻ ഇൻട്രോഷൻ കഴിഞ്ഞാണൂടെ. ഇല്ല കൊച്ചു ചെറുക്കൻ്റെ അച്ഛനുണ്ടല്ലോ മറ്റേ ഒസറാഗിയെ നിർത്തിയിട്ട് പോകത്തില്ലേ. മറ്റേ ഒസറാഗി കടയിൽ നിന്ന് മറ്റേ ഡ്രസ് ഫുഡ് മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവന്മാര് വണ്ടി എടുത്ത് തുടങ്ങാൻ പൊക്കളെ നാക്കുമോയും എല്ലാരും ലവനും കൂടി. അതൊന്നുമില്ല, കൊറേ സാധനം കട്ട് ചെയ്തു. നിങ്ങൾ കാണണ്ടേ സീരിയസ്ലി എനിക്കറിയത്തില്ല. സ്ലറൊക്കെ വരുന്ന അതിന് ശേഷമാ ഇപ്പം കറന്റ്ലി പൊക്കോണ്ടിരിക്കുന്നത്. സ്ലറുമായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഫൈറ്റിന്റെ ടൈമിൽ കുറച്ച് പഴയ പാസ്റ്റ് പറയും. ഈ പാസ്റ്റ് കുറച്ച് ക്യാരക്ടേഴ്സ് വരും. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു എൻ ഫൈറ്റ് പോലല്ല, ഈ സക്കമോട്ടോയ്ക്ക് ഭയങ്കര നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും. അപ്പോഴവരുടെ കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അതായത് സ്റ്റോറി മൂവ്സ് എ ലോട്ട്. അതിനുശേഷം ഈ സ്ലറിന്റെ കഥ മുതൽ പിന്നെ അങ്ങോട്ട് സീരിയസ് ആവുക സ്റ്റോറി. ചെയ്ത് തുടങ്ങണത് 53 എന്തോന്നാ അതിൽ കിടക്കുന്നത്. എത്ര എപ്പിസോഡ് ഇറങ്ങി? 7 ചാപ്റ്റർ ഒരു എപ്പിസോഡിലാ. എനിക്കറിയത്തില്ല, ആയിരിക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ. ഈ ഹാഫ് ബോയിൽഡ് ഒക്കെ ഒറ്റ എപ്പിസോഡ്.
ഒറ്റ ചാപ്റ്റർ ഹാഫ് വേൾഡ് 2 എപ്പിസോഡ്. 2 ചാപ്റ്റർ ഉണ്ട് അതിനല്ലടാ. അല്ല ഹാഫ് വേൾഡ് കുറച്ചുണ്ടായിരുന്നല്ലോ. ഹാഫ് ബോയിലിനെ കാണിക്കുന്നത് കുറച്ച് ചാപ്റ്ററേ ഉള്ളായിരുന്നു. 2 ചാപ്റ്റർ. പിന്നെ മറ്റേ പിങ്കുമുടി അവളും അവര് തമ്മിലുള്ള അതൊക്കെ 2 എപ്പിസോഡ് മൊത്തം. അത് മൊത്തം 2 എപ്പിസോഡ്. അവിടെ വേറെ സോഹി ഒറ്റ എപ്പിസോഡ് ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ബോയിൽഡ് മറ്റേ ഡ്രങ്കൺ ഫൈറ്റ് ഒക്കെ അതൊരു എപ്പിസോഡൊന്നും ഇല്ല. അത് കുറച്ച് 10 മിനിറ്റ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ആ ചെറുക്കന്റെ പേരെന്തുവായിരുന്നു? ആ ചെറുക്കന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ഹെയർ സ്കാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇതിലെ കിടിലൻ ക്യാരക്ടറുകളിൽ ഒരാളാണ് ഹെയ്സ്കെ എന്ന് പറയുന്നത്. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ ഇഷ്ടപ്പെടും ഹെയ്സ്കെ. ഹണ്ടറിലെ ഗോണിനെ പോലെ ഉണ്ട് കാണാൻ. ഹെയ്സ്കെ ഈസ് മോർ ലൈക്ക് നമ്മുടെ അല്ല ഡണ്ടനല്ല, മറ്റേ ലവൻ ഉണ്ടല്ലോടാ, ജിന്ന്, അവനെ പോലാണ്. അതായത് ഒരു ബ്രെയിൻ സെല്ലിന്റെ കുറവുണ്ട്, ഒരു ബ്രെയിൻ സെല്ലിന്റെ കുറവുണ്ട്. അവന് കിളിയാണോ വെളി കിടന്ന് കറങ്ങുന്നത്? അവന്റെ ഉള്ള കിളിയാണ് അവന്റെ കൂടെ ഉള്ളത്. പറന്നു പോയ കിളി കൂടെ. അതാണ് ഹെയ്സ്കെ. ജിന്ന് അല്ല ഒന്ന് ആലോചിക്കണം. അല്ല അവന്റെ ഏറ്റവും കോമഡി സ്പോയിലർ ആണോ ഇവൻ ബെസ്റ്റ് അസസിനൊക്കെ ചെയ് പറയണം അവന്റെ. ബെസ്റ്റ് അസസിനെ തപ്പി കിടക്കും സംഭവം തന്നെയാണ്. അങ്ങനെ കട്ടിയിരുന്നാ മതി. അങ്ങേര് പുളക്കി തന്നെ. അയ്യോ അയ്യോ. കൺക്ലൂഷൻ സ്പോയിലർ ഫുള്ള് സ്പോയിലറാ. സ്പോയിലർ നിങ്ങൾ ചാപ്റ്റർ അല്ല അനിമെ ചാപ്റ്റർ ഫണ്ണാടാ അതൊക്കെ. ഈ ഫൺ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതായത് മെയിൻ സ്റ്റോറി അല്ല, ഫൺ സിറ്റുവേഷൻസ് കുറച്ചുണ്ട്. സക്കാമോട്ടോയ്ക്ക് അത് ഇഷ്ടമായിട്ട് അങ്ങനെ. അതായത് മെയിൻ സ്റ്റോറിയിൽ നിന്ന് മാറി ഒരു കൂൾ ഡൗൺ മൊമെന്റ്സ് ഉണ്ടല്ലോ, ഈ കൂൾ ഡൗൺ മൊമെന്റ്സ് ഇഷ്ടം മാതിരി ഉണ്ട് സക്കാമോട്ടോ ഡേയ്സിനകത്ത്. ഡണ്ടൻ പോലെ തന്നെ ചില ആനിമകളിലെന്ന് പറയുമ്പോൾ ഇപ്പം ബ്ലാക്ക് ക്ലോവർ അല്ലെങ്കിൽ മറ്റൊരു ആനിമ എടുക്കുകയാണെങ്കിൽ സ്റ്റോറി മറ്റേ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിലങ്ങ് പോകത്തില്ലേ കുറേയൊക്കെ. ഇതങ്ങനെ പോകത്തൊന്നുമില്ല. ഇങ്ങനെ പോയിട്ട് ഇച്ചിരി ഒന്ന് കൂൾ ഓഫ് ടൈം വരും, പിന്നെ വീണ്ടും കയറും. ആ ഒരു സാധനം സക്കാമോട്ടോക്കകത്ത് മാങ്ങ ഇങ്ങനെയും പോവും ലൈക്ക് ഒരു മയം ഇല്ലാതെ പൊങ്ങി അങ്ങനെ പോവും. പിന്നെ വേണമെങ്കിൽ സക്കാമോട്ടോ ഡേയ്സ് പക്കാ ബ്രൂട്ടലായിട്ട് സെയിനും കണക്കെടുക്കാം, ചെയിൻസോ കണക്കെടുക്കാം. ഇനി മാറ്റിയാലും ആർക്കും ഒന്നും പറയാൻ, മാങ്ക വായിച്ച ഒരാൾക്കാണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ നെറ്റ്ഫ്ലിക്സ് എല്ലാം ഇറങ്ങണം, സോ അതുകൊണ്ട് വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇതാണ് ചില സമയത്ത് നമുക്ക് ക്രഞ്ചി റോളിനെ ഓക്കെ ആണ് പറയേണ്ടി വരുന്നത്. So in conclusion, approve. Manga is better than the anime. അപ്പോൾ ജനറൽ കൺസെൻസസ് ശരിയാണ്. നമ്മുടെ വിജയം. കാഗുര ബാച്ചി എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എനിക്ക് കാഗുര ബാച്ചിയുടെ പേരും ആ സ്റ്റോറി എല്ലാം കൂടി കാണുമ്പോൾ മറ്റേ നിഞ്ച കാമുയി കണക്കാവാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. നിഞ്ച കാമുയി ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണത്. ഫസ്റ്റ് എപ്പിസോഡ് എല്ലാം കിട്ടില്ലെന്നും പറഞ്ഞു. ഫസ്റ്റ് 2 എപ്പിസോഡ് പറഞ്ഞു. അതെ, ഫസ്റ്റ് 2 എപ്പിസോഡ് അനിമേ മാസ്. 3ാമത്തെ എപ്പിസോഡ് ഡിൽഡോയിലൊക്കെ റീചാർജ് ചെയ്തോണ്ടിരുന്നേ. സീനായിരുന്നു. അതാ ആലോചിച്ച് നോക്കിയാ മതി. അങ്ങനെയല്ല, ലിറ്ററലി അല്ല, ഫിഗറേറ്റീവ്ലി. ലിറ്ററലി സോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് സക്കമോട്ടോ ഡേയ്സ് ബാക്കി അടുത്ത ആഴ്ച കാണാൻ പോയി.